നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകാതെ 5 വർഷം ശ്വാസം മുട്ടിച്ച LDF-ന് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മറുപടി നൽകുമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് അന്താരാഷ്ട്ര മാനമുള്ളതിനാൽ ED അന്വേഷണം വേണമെന്ന് UDF നേതാവ് MM ഹസൻ. കോർപ്പറേഷൻ 15-ാം ഡിവിഷൻ UDF LDF BJP സ്ഥാനാർത്ഥികൾ നയങ്ങൾ വിശദീകരിക്കുന്നു. വികസിത തൃശൂർ മാനിഫെസ്റ്റോയ്ക്ക് വേഗത കൂട്ടുവാൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 3 കേന്ദ്രമന്ത്രിമാരുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഒരാഴ്ചയ്ക്കകം തകർന്ന പീച്ചി ഇറിഗേഷൻ റോഡ് അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. CTV ന്യൂസ് ഇംപാക്ട്. വിശദമായ വാർത്തകളിലേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ പ്രവർത്തന ഫണ്ട് നൽകാതെ വികസനം തടഞ്ഞ LDF-ന് ഈ തെരഞ്ഞെടുപ്പിൽ ജനം മറുപടി നൽകുമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തൃശൂർ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 കൊല്ലത്തെ LDF ഭരണം കേരളത്തിന്റെ വളർച്ചയെ പിറകോട്ടടിച്ചതായി കാണാം. സർക്കാർ സ്പോൺസേഡ് കൊള്ളകളാണ് ജനമെന്ന് കേൾക്കുന്നത്. വിലവർധനയും നികുതി വർധനയും ജനത്തെ ശ്വാസം മുട്ടിച്ചതായി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഞങ്ങൾക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് UDF-ന് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് പ്രധാനമായും കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുമുന്നണി ഭരണത്തിനെതിരായിട്ടുള്ള ശക്തമായ ജനവികാരം ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രകടമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഫണ്ട് കൊടുക്കാതെ ഞെരുക്കുകയും പദ്ധതി പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയാത്ത വന്ന സാഹചര്യം കൂടി വളരെ വിശദമായി തന്നെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പലപ്പോഴും പഞ്ചായത്തുകളുടെ ഭരണത്തിനാവശ്യമായ ഫണ്ട് ഗവൺമെന്റ് അലോട്ട് ചെയ്താലും അപ്പോൾ തന്നെ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തി ഫണ്ട് പിൻവലിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കഴിഞ്ഞ 5 വർഷക്കാലം നമുക്ക് കാണാൻ കഴിയുന്നത്. ചുരുക്കത്തിൽ അധികാര വികേന്ദ്രീകരണത്തെ ദുർബലപ്പെടുത്തുകയും സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ ഊച്ചുവിലങ്ങിടുകയും ചെയ്ത 5 വർഷമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിട്ടത്. അപ്പൊ ഇതിലുള്ള ശക്തമായ പ്രതിഷേധം ഗ്രാമാന്തരങ്ങളിൽ ഉള്ള പഞ്ചായത്ത് സമിതികളെ നോക്കിക്കാണുന്ന ജനങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെയാണ് ഗവൺമെന്റിനെതിരായിട്ടുള്ള വികാരവും വളരെ ശക്തമാണ്. സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നും സംസ്ഥാനത്തിന്റെ വികസനം മേടിക്കുന്നുവെന്നും ഉള്ള പരാതികൾ വളരെ ശക്തമായി നിലനിൽക്കുന്നു. വികസിത തൃശൂർ മാനിഫെസ്റ്റോയ്ക്ക് വേഗത കൂട്ടുന്നതിനായി ഡൽഹിയിൽ ഇന്ന് നിർണായക മേഖലകൾക്ക് നേതൃത്വം നൽകുന്ന 3 കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിന്റെ വികസന രേഖയ്ക്ക് മുന്തിയ പരിഗണന ഉറപ്പാക്കി. ധനകാര്യ കോർപ്പറേറ്റ് കാര്യമന്ത്രിയായ നിർമ്മല സീതാരാമനെ നമ്മുടെ മാനിഫെസ്റ്റോ സമർപ്പിക്കുവാൻ സാധിച്ചു. തൃശൂരിലെ അടിസ്ഥാന സൗകര്യ വികസനം, സംരംഭകത്വം, സമഗ്ര വികസന പദ്ധതികൾ എന്നിവയ്ക്ക് ആവശ്യമായ കേന്ദ്ര ഫണ്ടും സാമ്പത്തിക സഹായങ്ങളും ഉറപ്പാക്കുന്നതിൽ ഈ മന്ത്രാലയം നിർണായകമാണ്. കൃഷി, കർഷകക്ഷേമം, ഗ്രാമവികസനം എന്നീ വകുപ്പുകളുടെ മന്ത്രിയായ ശിവരാജ് സിംഗ് ചൌഹാൻജിയുമായി ഫലപ്രദമായ ചർച്ച നടത്തി. എന്റെ മണ്ഡലത്തിലെ ഗ്രാമങ്ങൾക്ക് പരമാവധി പിന്തുണ ഉറപ്പാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഞാൻ തൃശൂരിലെ ജനങ്ങൾക്കൊപ്പമുണ്ട് എന്ന അദ്ദേഹത്തിന്റെ വാഗ്ദാനം എനിക്ക് വലിയ ശക്തിയാണ്. ഭവന, നഗരകാര്യ, ഊർജ വകുപ്പുകളുടെ മന്ത്രിയായ മനോഹർ ലാൽ ജിങ് മാനിഫെസ്റ്റോ സമർപ്പിച്ചു. നമ്മുടെ നഗരങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനും എല്ലാവർക്കും മെച്ചപ്പെട്ട ഭവനം ഉറപ്പാക്കുന്നതിനും ജില്ലയിലുടനീളം വൈദ്യുതി ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനും അദ്ദേഹത്തിന്റെ പിന്തുണ അത്യാവശ്യമാണ്.
പീച്ചിയിൽ റോഡിന്റെ അരികുകൾ തകർന്ന സംഭവം. അടിയന്തര നിർമ്മാണം ആരംഭിച്ചു. പണി പൂർത്തിയായി ഒരാഴ്ചയ്ക്കുള്ളിൽ തകർന്ന ഇറിഗേഷൻ വിഭാഗത്തിന്റെ റോഡിൽ അടിയന്തര നിർമ്മാണം ആരംഭിച്ചു. റോഡിന്റെ ഇരുഭാഗങ്ങളിലും അഴുക്കുചാൽ നിർമ്മിക്കുന്നതിന് പകരം മണ്ണിന്റെ ബലക്കുറവ് പരിഹരിക്കുന്നതിനായി കോൺക്രീറ്റ് ഇടൽ നടത്തി ബലപ്പെടുത്തുന്ന പണികളാണ് ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച ഇടിഞ്ഞ റോഡരികിലെ മണ്ണും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുകയും കോൺക്രീറ്റ് ഇടലിനു വേണ്ടി നിലമൊരുക്കുകയും ചെയ്തു. അടിയന്തരമായി നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പീച്ച് ഡാമിന്റെ പ്രധാന കവാടത്തിൽ നിന്നും അടിവാരത്തിലേക്ക് പോകുന്ന 1.25 കിലോമീറ്റർ നീളമുള്ള റോഡ് കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ തകർന്നിരുന്നു. കോർപ്പറേഷൻ ഒല്ലൂക്കര ഡിവിഷൻ 15 പിടിക്കുവാൻ LDF രംഗത്തിറക്കിയിരിക്കുന്നത് AIYF-ലൂടെ വളർന്ന് CPI-യിലൂടെ യുവമുഖമായ P. പ്രദീപ് കുമാറിനെയാണ്. മുൻ മന്ത്രി VS സുനിൽകുമാറിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച പ്രദീപ് കുമാറിന് നിരവധി രാഷ്ട്രീയ സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. അതുവഴി ഒല്ലൂക്കരയുടെ വികസനത്തിന് നിരവധി പദ്ധതികൾ നടപ്പിലാക്കുവാൻ കഴിയുമെന്ന് പ്രദീപ് കുമാർ അവകാശപ്പെടുന്നു. ഒല്ലൂക്കരയോട് ചേർന്ന് കിടക്കുന്ന കുട്ടനല്ലൂർ സ്വദേശിയായ പ്രദീപ് കുമാറിന് ഒല്ലൂക്കരയിൽ നിരവധി വ്യക്തിബന്ധങ്ങളുണ്ട്. അത് വിജയത്തിന് മുതൽക്കൂട്ടാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. സംബന്ധിച്ചാണെങ്കിൽ വീട് കയറിക്കൊണ്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ 2 ഘട്ടം പൂർത്തീകരിച്ചു. ഇന്ന് മുതൽ 3-ാം ഘട്ടത്തിലേക്ക് അത് കടന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റ് പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അതിൻ്റെ എല്ലാ രീതിയിലും അർത്ഥത്തിലും അത് മുന്നോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ചും ഞങ്ങൾ നമ്മുടെ സ്ക്വാഡുകളായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് 2-ാം ഘട്ടത്തിലെത്തിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഡിവിഷനകത്തുള്ള പ്രധാനപ്പെട്ട ആളുകളെ ഉൾപ്പെടെ വ്യക്തിപരമായി പോയി കാണുകയും അവരുടെ അഭിപ്രായം കേൾക്കുക എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ പ്രവർത്തനത്തിൽ കൂടുതൽ ആവേശമുണ്ടാക്കുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട CPI നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ LDF-ന്റെ നേതാക്കന്മാരുൾപ്പെടെ ആ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ നാളെ നമ്മുടെ ഈ ഡിവിഷനിൽ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വീടുകൾ സന്ദർശിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ 7-ാം തീയതി ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നുണ്ട്. തീർച്ചയായും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോയ ഘട്ടങ്ങളിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒല്ലൂക്കരയിൽ ഒട്ടനവധിയായ വികസന പ്രവർത്തനങ്ങൾ ഇനിയും സാധ്യമാകേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മളൊരു പുതിയ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഒരുപാട് അധികാരങ്ങളും ഒരുപാട് വികസന പ്രവർത്തനങ്ങളും സാധ്യമാക്കാൻ കഴിയുന്ന ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള ഒരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ പഴയ കാലത്ത് നിന്നും വിഭിന്നവും വ്യത്യസ്തവുമായി മാറേണ്ടത് അനിവാര്യതയാണ്. തൃശ്ശൂർ കോർപ്പറേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 10 വർഷക്കാലമായിട്ടുള്ള കോർപ്പറേഷൻ്റെ ഭരണം ജനങ്ങൾക്ക് വേണ്ടി ഒട്ടനവധിയായ ഉപകാരപ്രദമായ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ പദ്ധതികളും കുറിച്ച് ഞാനിപ്പോൾ ഇവിടെ പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് മോഡൽ നമുക്കുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ലാലൂരെടുത്താലും വടക്കേ സ്റ്റാൻഡിൻ്റേതായാലും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. ഒല്ലൂക്കരയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒല്ലൂക്കരയിൽ ഞാൻ വിഭാവനം ചെയ്യുന്നത് അത്തരത്തിലൊരു മോഡലാണ്. ഒല്ലൂക്കരയ്ക്കൊരു പുതിയ മോഡൽ ഉണ്ടാകണം. നമ്മുടെ റോഡുകളുടെ കാര്യത്തിലായാലും തോടുകളുടെ കാര്യത്തിലായാലും സ്ട്രീറ്റ് ലൈറ്റുകളുടെ കാര്യത്തിലായാലും അംഗനവാടിയുടെ കാര്യത്തിലായാലും ആരോഗ്യ കേന്ദ്രത്തിൻ്റെ കാര്യത്തിലായാലും അത്തരം സ്ഥാപനങ്ങളെ കുറെ കൂടി നവീകരിച്ച് ആധുനികവൽക്കരിച്ച് ജനങ്ങൾക്ക് ഉപകാരം ലഭിക്കുന്ന സ്ഥാപനങ്ങളായി ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഞാൻ സ്വപ്നം കാണുന്നത്. ശബരിമലയിൽ നടന്നത് അന്താരാഷ്ട്ര മാനമുള്ള കൊള്ളയായതിനാൽ ED അന്വേഷണം അനിവാര്യമാണെന്ന് UDF നേതാവ് MM ഹസൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ശബരിമലയിൽ സർക്കാർ അനുമതിയോടെ ദേവസ്വം ബോർഡും സർക്കാർ ജീവനക്കാരും ചേർന്ന് നടത്തിയ സ്വർണ്ണക്കൊള്ള കേരളീയരെ ലജ്ജിപ്പിക്കുന്നതായും ഹസൻ പറഞ്ഞു. കോടതി ഹൈക്കോടതി സുപ്രധാനമായ ഒരു നിഗമനം ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. നേരത്തെ ED അന്വേഷിക്കുന്നത് റാന്നി കോടതി, അന്ന് റാന്നി കോടതി അത് തടയുകയുണ്ടായി. ഇന്ന് ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി EDക്ക് ശബരിമല സ്വർണ്ണ കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കാം, അവർക്ക് അന്വേഷിക്കാനുള്ള അവകാശം നൽകിയിരിക്കുന്നു. അതിനർത്ഥം ഇതുവരെ നടന്ന അന്വേഷണത്തിൽ ഞങ്ങൾ നിരന്തരമായി ഉന്നയിച്ചിട്ടുള്ള അതൃപ്തി
കോടതിയിൽ പരിഗണിച്ചു. കോടതിയുടെ ഇടപെടൽ കാരണമാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്യുന്നത്. ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യണം, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യണമെന്നെല്ലാം ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ KPCC കഴിഞ്ഞൊരു 2-3 ആഴ്ച മുമ്പ് പ്രകടനം നടത്തിയതാണ്. ഇന്നത്തെ കോടതി വിധി കാരണം ED-യിൽ അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും 1 മാസം SITക്ക് സമയം നീട്ടിക്കൊടുത്തു. ED അന്വേഷിക്കാനും ഉത്തരവിട്ടതിലൂടെ കുറെ കൂടി സമഗ്രമായ ഒരു അന്വേഷണം നടക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ ED മുൻ ദേവസ്വം മന്ത്രിയെയും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയെയും ചോദ്യം ചെയ്യണം. ഇത് അന്താരാഷ്ട്ര എന്താണ് ഈ വിഗ്രഹമോഷണ സംഘവുമായിട്ടൊക്കെ ബന്ധമുണ്ട് എന്ന് ഹൈക്കോടതി തന്നെ പരാമർശിച്ച സാഹചര്യത്തിലാണ് മറ്റ് സ്റ്റേറ്റുകളിൽ കൊണ്ടുപോയാൽ ഇത് വ്യക്തത എന്ന കാരണം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ED അന്വേഷിക്കുവാൻ ഉത്തരവിട്ടത്. അതുകൊണ്ട് ED അന്വേഷിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മാർക്സിസ്റ്റ് നേതാക്കന്മാർ ജയിലിലാവും എന്ന് ഉറപ്പുണ്ട്. ഇതിൽ പാർട്ടിക്കുള്ള പങ്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്നാണ് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോൺഗ്രസ് എന്ത് നടപടി അല്ല, KPCC പ്രസിഡന്റ് ഞങ്ങൾ എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തു. ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇപ്പൊ അല്ല, ഞങ്ങൾ ശക്തമായ നടപടി എടുത്തു. ഇനി എന്ത് നടപടിയാ ബാക്കിയുള്ളത്? അല്ല, കോൺഗ്രസ് പാർട്ടിയിൽ അതിനുശേഷം ഉണ്ടായ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു പരാതി ആ പരാതിയെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ആ സ്ത്രീയുടെ മറ്റു വിവരങ്ങളൊന്നുമില്ല. എന്നാൽ പോലും ആ പരാതിയുടെ ഗൗരവം കണക്കിലെടുത്ത് KPCC പ്രസിഡന്റ് ചെയ്തതെന്താ അത് നേരെ DGP. സാധാരണ പുള്ളി പാർട്ടിക്കകത്തുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിക്കുക. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്താണ്, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്താണ്. ഈ പരാതിയിൽ അദ്ദേഹത്തെ കമ്മീഷൻ വെച്ച് അന്വേഷിക്കാനോ അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ കേൾക്കാനോ തയ്യാറല്ലാത്ത ഒരു തീരുമാനമാണ് ഞങ്ങൾ എടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചാ വിഷയമാകുന്ന തിക്കുപാടം മയിലാട്ടുംപാറ റോഡ് തകർന്ന് തരിപ്പണമായി. വെള്ളക്കെട്ട് രൂക്ഷം, യാത്രാ ദുരിതം, പ്രതിഷേധവുമായി നാട്ടുകാർ. പ്രധാനമന്ത്രി സഡക് യോജന പദ്ധതി പ്രകാരമുള്ള റോഡ് നിർമ്മാണം 5 വർഷമായിട്ടും പാതി വഴിയിൽ പ്രധാനമന്ത്രി സഡക് യോജന പദ്ധതിയിലൂടെ 3ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി 2020 റോഡ് നിർമ്മാണത്തിനായി അനുമതി ലഭിച്ച തിക്കുപാടം മയിലാട്ടുംപാറ റോഡിന്റെ അവസ്ഥ അതീവ ദയനീയം. ബസ്സുകളും 4 ചക്ര വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും ദിനംപ്രതി സർവീസ് നടത്തുന്ന റോഡ് തകർന്നു കിടന്നിട്ട് 10 വർഷത്തിലധികം. മഴ പെയ്യുമ്പോൾ യാത്രാ ദുരിതം ഏറുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പെയ്ത മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷമാവുകയും കുഴികൾ കൂടുതലായി രൂപപ്പെടുകയും ചെയ്തു. ഇത് യാത്രാ ദുരിതം വർദ്ധിപ്പിച്ചു. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഞങ്ങള് അത്ര വയസ്സായ ആൾക്കാരല്ല, എന്നാലും വീടിന്റെ പടിക്ക് ഇറങ്ങാൻ പറ്റില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാലിനൊന്നും സുഖം ആണില്ല. ഇപ്പൊ ഇതിലിറങ്ങിയിട്ടും കയറിയിട്ടൊക്കെ കാല് വെള്ളത്തിലുണ്ടോ, അവിടെ കുഴിയുണ്ടോ, മെറ്റലുണ്ടോ, ഒന്നും അറിയാത്തൊരവസ്ഥയാ. ഇവിടെ ആൾക്കാർ വന്നോക്കെ നിങ്ങളുടെ മതില് പൊടിച്ച് വെള്ളത്തിന് അങ്ങോട്ട് വിടാൻ. ഞങ്ങളെ എത്രയും പുറകിലേക്ക് കയറ്റിയിട്ടാണ് മതില് പണിതേക്കണേ. 5-10 കൊല്ലായിണ്ട് ഇത്. ഒരേ കൊല്ലം ഞങ്ങള് ഇത് എപ്പോഴെങ്കിലും ഒന്ന് ടാറിങ്ങിന് വരുമ്പോ ബാക്കി അപ്പുറത്തും ഇപ്പുറത്തൊക്കെ 30 ഉയരണ്ട്. ഇവിടെ ഈ വെള്ളം എപ്പോഴും നിൽക്കുക. ഈ ചാലിന്റെ ഒരു ഇത് നോക്കിയിട്ട് ഈ റോഡിനൊന്ന് ഭംഗിയാക്കണ്ടേ, ഉയർത്തി അത് ഇടുന്നില്ല. റോഡ് നിർമ്മാണം വൈകുന്നതിനുള്ള കാരണം നാട്ടുകാർ വ്യക്തമാക്കുന്നത് ഇങ്ങനെ. റോഡിന്റെ നിർമ്മാണം ആരംഭിക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ജൽജീവൻ മിഷൻ, മഞ്ഞക്കുന്ന് ലിഫ്റ്റ് ഇറിഗേഷൻ എന്നീ പദ്ധതികളുടെ പൈപ്പ് സ്ഥാപിക്കൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. പൈപ്പ് സ്ഥാപിക്കുന്നതിന് വേണ്ടി റോഡ് കുത്തിപ്പൊളിക്കുന്നതിനാൽ റോഡ് നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നു. കാലതാമസം നേരിടുന്നതിനാൽ പഴയ ടെൻഡർ തുകയ്ക്ക് പണിയുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് കോൺട്രാക്ടർ നിർമ്മാണം പാതി വഴിയിൽ അവസാനിപ്പിച്ചു പോയി. ഈ സാഹചര്യത്തിൽ പൈപ്പിടൽ പൂർത്തീകരിക്കുവാനോ റോഡ് നിർമ്മാണം പുനരാരംഭിക്കുവാനുള്ള നടപടികൾ കൈക്കൊള്ളുവാനോ പഞ്ചായത്ത് അധികൃതർ നടപടിയെടുത്തില്ല എന്നും ഇപ്പോഴും പൈപ്പിടൽ പൂർത്തീകരിച്ചിട്ടില്ല എന്നും നാട്ടുകാർ ആരോപിക്കുന്നു.
രാത്രികാലങ്ങളിലും മറ്റും നിരവധി പേരാണ് റോഡിലെ കുഴികളിൽപ്പെട്ട് അപകടത്തിൽപ്പെടുന്നത് എന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. അവസ്ഥ കണ്ടില്ലേ, എന്നും കുറെ കമ്പൈൻ്റെ വണ്ടിക്ക് ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഭയങ്കര അവസ്ഥ തന്നെയാണ്. ഇവിടുന്ന് ഏകദേശം നമ്മുടെ ഒരു പൂളച്ചോട് വരെ ഇതിനാണ് അവസ്ഥ. ഭയങ്കര മോശമാണ് വഴി, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എന്നും ഒരു ലീഫ് ഓടിയിലും അത് ഇതൊക്കെ ആയിട്ട് എന്നും കുറെ കംപ്ലൈൻറ്റുകളാണ്. ചുരുങ്ങിയതൊരു 4 കിലോമീറ്റർ ഓടാൻ വേണം 20 മിനിറ്റ്. അത്രയും ഭയങ്കര കഷ്ടമാണ്, ദുരിതമാണ്. ഈ പദ്ധതി 2024 ഒക്ടോബറിൽ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ കല്ലടിക്കൽ ബോർഡ് വെച്ചിട്ടുള്ളതാണ്. ആ കോൺട്രാക്ട് ഈ പണി ഒരുവിധം നല്ല രീതിയിൽ നടത്തി വരികയായിരുന്നു. അപ്പോഴാണ് ഇവിടുത്തെ ഭരണകൂടവും ഇവിടുത്തെ മെമ്പറും ഇടപെട്ട് അതിനെ വേണ്ട രീതിയിലുള്ള തടസ്സങ്ങൾ മുഴുവൻ നടത്തി അദ്ദേഹത്തെ ഇവിടുന്ന് ഓടിക്കുകയും അദ്ദേഹം ഈ പണി ഇവിടുന്ന് ഇട്ടെറിഞ്ഞു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഈ പഞ്ചായത്തിന്റെ ഭരണവീഴ്ച തന്നെയാണ് ആ കാരണം. ഈ മന്ത്രി വിചാരിച്ചാൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ കൂടിയും അവര് കേന്ദ്രത്തിന്റെ ഫണ്ടാണെന്നുള്ള കാരണം കൊണ്ട് തന്നെ മാത്രമാണ് ഈ വഴി ഇതേപോലെ ഇവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന വിധത്തിൽ ഇട്ട് എറിഞ്ഞിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജൽജീവൻ മിഷന്റെ പൈപ്പിടലും പീതാംബരേട്ടൻ പറഞ്ഞു 64 കോടി രൂപയാണ് നമ്മുടെ പഞ്ചായത്തിന് പാസ്സാക്കിയിട്ട് ഈ ഫണ്ട് നമ്മുടെ വന്നിരിക്കുന്നത്. അതുപോലും വേണ്ട രീതിയിൽ അവർ ഉപയോഗിച്ചിട്ടില്ല. അതാണ് കൂടുതൽ തടസ്സമായിട്ട് നിൽക്കുന്നത്. എല്ലാവർക്കും സൗജന്യമായിട്ട് വെള്ളം കൊടുക്കേണ്ട കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ്. ആ പദ്ധതി പോലും അവർ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. അതിന്റെ ടാങ്കിന്റെ പണി തുടങ്ങിയിട്ടില്ല, പൈപ്പിടൽ പൂർത്തിയായിട്ടില്ല. അങ്ങനെ മൊത്തത്തിൽ ഭരണ തകർച്ചയുടെ ഒരു നേർക്കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. സർക്കാരാണ് അവഗണനയുടെ മുഖമുദ്രയായിട്ട് മാറിയിട്ടുള്ളത്. ഇതിൽ ജൽജീവൻ മിഷന്റെ പൈപ്പിടൽ പണികൾ എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ് ജൽജീവൻ മിഷൻ. ഈ ജൽജീവൻ മിഷന്റെ പൈപ്പിടൽ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ടാങ്ക് പണിയാനുള്ള സംവിധാനം പോലും പഞ്ചായത്ത് കണ്ടെത്തിയിട്ടില്ല. മഞ്ഞക്കുന്നിൽ ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുണ്ട്, അതിൻ്റെ പൈപ്പിടൽ ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. ഇത്തരത്തിൽ ഈ റോഡിന് വേണ്ടിയിട്ട് യാതൊരുവിധ നടപടിയും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, അവഗണിക്കുകയാണ് ചെയ്യുന്നത്. തെക്കുംകര 18-ാം വാർഡിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം DCC ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. 18-ാം വാർഡ് ഇലക്ഷൻ ചെയർമാൻ ദുർഗാദാസ് പി അധ്യക്ഷനായി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജെയ്സൺ മാസ്റ്റർ മുഖ്യാതിഥിയായി. 18-ാം വാർഡ് ഐക്യ ജനാധിപത്യ മുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥി നിഷാജിനി, ശാന്തികൃഷ്ണ, വിജയലക്ഷ്മി, ബ്ലോക്ക് സെക്രട്ടറി AR സുകുമാരൻ, നൌഷാദ് ദേവദാസ്, വിജയൻ, രാജേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സെയ്ദാലി നന്ദി രേഖപ്പെടുത്തി. അതുപോലെ തന്നെ 10 വർഷമായിട്ട് ഈ പഞ്ചായത്തിൽ ഒരു പ്രദേശത്തും ഒരു മാറ്റമില്ല. ആകെ ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് കുറച്ച് സ്കൂളുകൾ നവീകരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സ്കൂളിന്റെ ഭാഗങ്ങൾ, അതോടൊപ്പം ഈ റോഡ്, ഇതൊന്നും പഞ്ചായത്തിന്റെ നേട്ടങ്ങളല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഗവൺമെന്റിന് ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഈ സ്കൂൾ കെ ഗോപാലകൃഷ്ണൻ UDF ഒല്ലൂക്കര കോർപ്പറേഷൻ 15-ാം ഡിവിഷൻ ഒല്ലൂക്കരയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ തമ്മിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. തിരുവാണിക്കാവ്, മുക്കാട്ടുകര, ഒല്ലൂക്കര പ്രദേശങ്ങളിൽ 4635 വോട്ടർമാരാണുള്ളത്. ഇവിടെ UDF സ്ഥാനാർത്ഥിയായി കെ ഗോപാലകൃഷ്ണൻ മത്സരിക്കുന്നു. കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ഗോപാലകൃഷ്ണനെ നാട്ടുകാരനെന്ന ആനുകൂല്യവുമുണ്ട്. ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒല്ലൂക്കര ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി കെ ഗോപാലകൃഷ്ണൻ നയങ്ങളും പരിപാടികളും വിശദീകരിക്കുന്നു. ഒല്ലൂക്കര വൻ കുടിവെള്ള സ്രോതസ്സായ ആനക്കുളം നവീകരിച്ച് കോർപ്പറേഷനിലെ മുഴുവൻ കുടിവെള്ളക്ഷാമവും പരിഹരിക്കുവാൻ മുൻഗണന നൽകുമെന്ന് ഗോപാലകൃഷ്ണൻ വാഗ്ദാനം ചെയ്യുന്നു. പ്രാദേശിക കേബിൾ TV ഓപ്പറേറ്ററായ ഗോപാലകൃഷ്ണനെ ഓരോ വോട്ടർമാരെയും നേരിട്ടറിയാം എന്നത് മുതൽക്കൂട്ടാണെന്ന് കരുതുന്ന ഗോപാലകൃഷ്ണൻ വിജയപ്രതീക്ഷയിലാണ്. ഞാൻ കെ ഗോപാലകൃഷ്ണൻ, ഒല്ലൂക്കര 15-ാം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥിയാണ്. ഞാൻ ഇവിടെ നിന്ന് ജയിച്ചു വരികയാണെങ്കിൽ നമ്മളുടെ ഈ ഡിവിഷൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം, അടിസ്ഥാനപരമായ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ കുടിവെള്ള സ്രോതസ്സായ ആനകുളം, അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ എല്ലാവർക്കും
ഈ ഒല്ലൂക്കര ഡിവിഷനും അതേപോലെ തന്നെ കോർപ്പറേഷനും എല്ലാ ജനങ്ങൾക്കും വേണ്ടി കുടിവെള്ളം ഇവിടുന്നാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ കുടിവെള്ള സോഴ്സ് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ ഈ നാട്ടിലുള്ള നല്ല വെള്ളം, അതേപോലെ തന്നെ വൈദ്യുതി, അതേപോലെ ഇവിടുത്തെ ചാലുകൾ, അതൊക്കെ നല്ല രീതിയിൽ സംരക്ഷിച്ചു പോരുന്നതിന് എൻ്റെ ഭാഗത്തുനിന്നുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ എൻ്റെ അടുത്ത് വരാണ്ട് തന്നെ ഞാൻ ജനങ്ങളെ സമീപിച്ച് അവരാവശ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അവരഭിപ്രായങ്ങളനുസരിച്ച് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലറായിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പീച്ചി ഡാമിലെ ഇടതു വലതുകര കനാലിലൂടെ വെള്ളം ഒഴുകി തുടങ്ങി. പീച്ചി ഡാമിൽ നിന്നും വലതുകര കനാലിലൂടെയും ഇടതുകര കനാലിലൂടെയുമാണ് കാർഷിക ആവശ്യത്തിനുള്ള വെള്ളം തുറന്നുവിടുന്നത്. പീച്ചിയിലെ ചെറുകിട വൈദ്യുതി ഉൽപാദനം കേന്ദ്രത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷമാണ് വലതുകര കനാലിലൂടെ വെള്ളം ഒഴുക്കുന്നത്. പീച്ചിയിൽ നിന്ന് ആരംഭിച്ച് പട്ടിക്കാട് മാടക്കത്ര വഴി മുളങ്ങുന്നതുകാവ് വരെ നീണ്ടുകിടക്കുന്ന വലതുകര കനാലിന് 37.3 കിലോമീറ്ററാണ് നീളം. പീച്ചിയിൽ നിന്ന് ആമ്പല്ലൂർ വരെ നീണ്ടുകിടക്കുന്ന ഇടതുകര കനാലിന് 44.9 കിലോമീറ്ററും വലതുകര കനാൽ വഴി 24 വില്ലേജുകളിലേക്കും ഇടതുകര കനാൽ വഴി 9 വില്ലേജുകളിലേക്കും ഇവിടെ നിന്ന് ജലവിതരണം നടത്തുന്നുണ്ട്. 2 കനാലുകൾ കൊണ്ട് 17,555 ഹെക്ടർ കൃഷിഭൂമിയിലാണ് ജലസേചനം സാധ്യമാകുന്നത്. ഇരു കനാലുകളുടെയും ഉപകനാലുകൾക്ക് 116.57 കിലോമീറ്റർ നീളമുണ്ട്. എക്സ്പ്രഷൻസ് മീഡിയയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മിസ് ആൻഡ് മിസിസ് കേരള ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ സീസൺ 8 നവംബർ 30-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 6 മുതൽ രാത്രി 11:30 വരെ ഹയാത്ത് റീജൻസി തൃശൂരിൽ വെച്ച് അതിഗംഭീരമായി നടന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശക്തമായ മത്സരങ്ങളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 12 മിസ് സ്ഥാനാർത്ഥികളും 12 മിസിസ് സ്ഥാനാർത്ഥികളും ഗ്രാൻഡ് ഫിനാലെയിൽ പങ്കെടുത്തു. 2 വിഭാഗങ്ങളിലായി 12ഓളം സബ് ടൈറ്റിലുകൾ എക്സ്പ്രഷൻസ് മീഡിയ കണ്ടന്റ്സിന് കൈമാറി. 2 വിഭാഗങ്ങളിലായി 12ഓളം സബ് ടൈറ്റിലുകൾ എക്സ്പ്രഷൻസ് മീഡിയ കണ്ടൻസ്റ്റൻസിന് കൈമാറി. മിസ് മിസിസ് കാറ്റഗറിയിലെ വിന്നേഴ്സ് ബിഗ് ബോസ് സീസൺ 7 വിന്നർ ജിൻഡോ പ്രഖ്യാപിച്ചു. മിസിന്റെ കിരീടം ബിഗ് ബോസ് സീസൺ 6 വിന്നർ ജിൻഡോയും മിസിസിന്റെ കിരീടം കഴിഞ്ഞ മിസിസ് കേരള ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ സീസൺ 7 വിന്നർ അഞ്ജലി പിള്ളയും അണിയിച്ചു. കേരളത്തിന്റെ വടക്കേ ജില്ലയായ കാസർഗോഡ് നിന്നും വരുന്നു. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോട് കൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം.
എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. മലയാള സിനിമാ രംഗത്തെ എക്കാലത്തെയും മികച്ച ആദ്യകാല നായക നടന്മാരിൽ ഒരാളായ സത്യനെ ഓർമ്മിക്കാനൊരു സ്മാരകം പോലുമില്ലെന്ന് ചലച്ചിത്ര സംവിധായകൻ സിബി മലയിൽ. അദ്ദേഹത്തിന്റെ പേരിലൊരു ലൈബ്രറിയും അവാർഡും ചിറ്റിശ്ശേരിയിൽ മാത്രമായിരിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചലച്ചിത്ര സമൂഹം സത്യനെ അവഗണിച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എരവക്കാട് ചിറ്റിശ്ശേരി സത്യൻ സ്മാരക വായനശാലയുടെ വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വായനശാല ഏർപ്പെടുത്തിയ 4ാമത് സത്യൻ സ്മൃതി പുരസ്കാരം ചലച്ചിത്ര നടൻ TG രവിക്ക് സിനിമാ സംവിധായകൻ സിബി മലയിൽ സമ്മാനിച്ചു. NM ദിലീപ് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് ഹരിദാസ് എരവക്കാട്, ശശിധരൻ നടുവിൽ, ശ്രീജിത്ത് മൂത്തേടത്ത് തുടങ്ങിയവരെ ആദരിച്ചു. പ്രൊഫസർ M ഹരിദാസ്, നാഗരാജൻ, ശ്രീധരൻ നമ്പൂതിരി, ER ശാസ്ത്രശർമ്മൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കോർപ്പറേഷൻ 15ാം ഡിവിഷൻ ഉല്ലൂക്കര BJP സ്ഥാനാർത്ഥി ഗിരീഷ് കുമാർ ചെറുവാറ 23 വർഷം ഇന്ത്യൻ എയർഫോഴ്സിൽ സേവനമനുഷ്ഠിച്ച ശേഷം വിരമിച്ചയാളാണ്. ഉല്ലൂക്കരയിൽ നിന്നും ജയിച്ചവർ ആരും വികസനത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നും ഒരു ഭടനായി രാജ്യത്തെ സേവിക്കുവാൻ 23 വർഷം അവസരം കിട്ടി. ഇനി രാജ്യസേവനം തുടരുവാൻ ഉല്ലൂക്കരയുടെ ജനപ്രതിനിധിയാകണമെന്ന ആഗ്രഹത്താൽ വികസനം കടന്നുവരാത്ത ഉല്ലൂക്കരയ്ക്ക് വേണ്ടി സേവനം ചെയ്യണം എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. മുക്കാട്ടുകര ഗ്രാമത്തിൽ ജനിച്ച് ഇവിടുത്തെ പണ്ടാരപ്പറമ്പ് LP സ്കൂളിൽ പഠനം ആരംഭിച്ച് ഇന്ത്യൻ എയർഫോഴ്സിൽ ചേർന്ന് ഇന്ത്യയുടെ മുക്കുമൂലയും കണ്ട എനിക്ക് ഉല്ലൂക്കരയ്ക്ക് വേണ്ടി സേവനം ചെയ്യണമെന്ന ആഗ്രഹമാണ് എന്നെ മത്സരിപ്പിക്കുവാൻ പ്രേരിപ്പിച്ച ഘടകം. കടുത്ത മത്സരം നടക്കുന്ന ഉല്ലൂക്കരയിൽ ജയിച്ച കൗൺസിലറായി ഇനിയും രാജ്യത്തിനു വേണ്ടി സേവനം തുടരണമെന്നാണ് ആഗ്രഹം. നമസ്കാരം, എൻ്റെ പേര് ഗിരീഷ് കുമാർ ചെറുവാറ. ഒല്ലൂക്കര 15ാം ഡിവിഷനിലെ NDA സ്ഥാനാർത്ഥിയായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ഇവിടെ, അതായത് 15ാം ഡിവിഷനിൽ തന്നെ ജനിച്ചു വളർന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ചെറുപ്പകാലം മുഴുവൻ 15ാം ഡിവിഷനിലെ ഞങ്ങളുടെ തറവാട് വീടായ മുക്കാട്ടുകരയിലാണ് വളർന്നിട്ടുള്ളത്. പഠിച്ചതും മറ്റും പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയിട്ടുള്ളത് പണ്ടാരമ്പ് LP സ്കൂളിലാണ്. അത് കഴിഞ്ഞ് ഞാൻ ഒരു 18 വർഷം കഴിഞ്ഞപ്പോൾ 18ാം വയസ്സിൽ ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ആയിട്ട് കയറി. 23 വർഷം, 2 പതിറ്റാണ്ടിലേറെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും ഞാൻ വളരെയധികം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. രാജ്യത്തിൻ്റെ എല്ലാ മുക്കുമൂലയിലും സഞ്ചരിച്ചിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് ഞാനിവിടെ ആ രാജ്യസേവനം തുടർന്നും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ BJP സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ നിൽക്കുന്നത്. രാജ്യത്തിൻ്റെ പുരോഗതിക്കും അതുപോലെ സേവനം മനോഭാവത്തോടു കൂടിയിട്ട് ഉല്ലൂക്കരയിലുള്ള ജനങ്ങളെ സേവിക്കുക എന്നുള്ളൊരു ഒറ്റ മനോഭാവത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ NDA സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ പുരോഗതി എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ട് വെറുതെ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെയാണ്. അതായത് ഇപ്പോൾ നമ്പർ 1 കേരള എന്ന് പറയുന്ന പോലെയാണ്. ഇവിടെ എല്ലാവരും കണ്ണിലൊക്കെ ഒരു പൊടിയിടുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ജില്ലാ സ്കൂൾ കലോത്സവം ഗോത്രകലാ വിഭാഗത്തിൽ മംഗലം കളിയിൽ
പീച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 1ാം സ്ഥാനം. കുട്ടികൾക്ക് ആദരം നൽകി സ്കൂൾ അധികൃതർ. ഇരിഞ്ഞാലക്കുടയിൽ വെച്ച് നടന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഗോത്രകലാ വിഭാഗത്തിൽ മംഗലം കളിയിൽ പീച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനം നേടി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അധിവസിക്കുന്ന മാവില, മലവേട്ടുവ തദ്ദേശീയ ജനതയുടെ ആചാരാനുഷ്ഠാനത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്ന പാരമ്പര്യ കലാരൂപമാണ് മംഗലം കളി. ആഘോഷത്തിലും ആചാരത്തിലും സംഘബോധത്തിന്റെയും ഒത്തൊരുമയുടെയും ജീവിതപാഠം പകരുന്നതുമാണ് ഇത്. കാസർഗോഡ് സ്വദേശിയായ പ്രശസ്ത ഗോത്രകലാ പരിശീലകൻ സതീശനാണ് പീച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഈ കലയിൽ പരിശീലനം നൽകിയത്. വിജയികളായ കുട്ടികളെ സ്കൂൾ അധികൃതർ അനുമോദിച്ചു. ട്രോഫി കൈമാറി. പൂർവ്വ വിദ്യാർത്ഥി സംഘടന വൈസ് പ്രസിഡന്റ് ബാബു തോമസ്, പ്രധാനാധ്യാപിക രേഖ രവീന്ദ്രൻ, PTA പ്രസിഡന്റ് IG രാജേഷ്, SMC ചെയർമാൻ രജീഷ്, അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മണ്ണുത്തി ഏരിയ നെട്ടിശ്ശേരി യൂണിറ്റിന്റെ കൺവെൻഷൻ ജില്ലാ ട്രഷറർ PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. ഒല്ലുക്കര സൊസൈറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് പാർവതി മുരളി അധ്യക്ഷം വഹിച്ചു. ട്രഷറർ മാർഗരറ്റ് പോൾ വരവ് ചെലവ് കണക്കുകളും, സെക്രട്ടറി ഷീജ പ്രഭാകരൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ക്ഷേമനിധിയിൽ നിന്നുള്ള പ്രസവാനുകൂല്യങ്ങളുടെ കുടിശ്ശിക 13,000 രൂപ ഉടൻ നൽകണം, മിനിമം പെൻഷൻ 5,000 രൂപയാക്കണം എന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ശുഭ രാജേഷ് സ്വാഗതവും ദീപ പോൾ നന്ദിയും പറഞ്ഞു. ഇവിടെ നമ്മുടെ ട്രസ്റ്റിന്റെ പൈസ കുറയ്ക്കുകയും ചെയ്തു അല്ലെ. 360 നിന്ന് 110 രൂപയിലേക്ക് ഈ വർഷം നമ്മൾ കൊണ്ടെത്തിച്ചു. നമ്മുടെ ലക്ഷ്യം എന്താണ്? 1 രൂപ പോലും ഇറക്കാതെ സ്വാതന്ത്ര്യത്തിന്റെ ഉടമകളായിട്ട് നമ്മളെല്ലാവരും മാറണം. ഈ പറയുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ നമ്മൾക്ക് കിട്ടണം. 15 തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നമുക്കിന്ന് കിട്ടുന്നുണ്ട്. ക്ഷേമനിധിയേക്കാളും ഭംഗിയായി, അതിനേക്കാളും സുരക്ഷിതമായി നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശൂർ റൂറൽ ജില്ലയിൽ പോലീസ് നടത്തിവരുന്ന കർശന സുരക്ഷാ പരിശോധനകൾക്കിടെ വൻ രാസലഹരി വേട്ട. കാറിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന 245.72 ഗ്രാം അതിമാരക രാസലഹരി വസ്തുവായ MDMA സഹിതം ഒരാളെ പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത്. ചുവപ്പ് നിറത്തിലുള്ള കാറിൽ തൃശൂർ ഭാഗത്ത് നിന്ന് നിരോധിത മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവരുന്നതായി രഹസ്യവിവരം ലഭിച്ചു. കൊടുങ്ങല്ലൂർ ഏറിയാട് മാടമന സ്വദേശിയായ മടത്തിപ്പറമ്പിൽ വീട്ടിൽ ഫഹദ് എന്നയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ ഓടിച്ചിരുന്ന ചുവന്ന സ്വിഫ്റ്റ് കാറിൽ ഒളിപ്പിച്ച നിലയിൽ 245.72 ഗ്രാം MDMA കണ്ടെത്തുകയും പിടികൂടുകയും ചെയ്തു. പ്രതിയെ അറസ്റ്റ് ചെയ്ത് ലഹരി കടത്തുവാൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. മൂർക്കരക്കര സജി ഫാബ്രിക്സിൽ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി വാർഷിക ക്ലിയറൻസ് സെയിൽ ഡിസംബർ 1 മുതൽ 25 വരെ. മനം നിറയുന്ന വസ്ത്രങ്ങൾ കൈ നിറയെ വാങ്ങാനുള്ള അവസരം. യഥാർത്ഥ ഡിസ്കൗണ്ട് സെയിലിന്റെ വിശ്വാസം നേരിട്ടറിയൂ. ടോപ്പ്, കുർത്തീസ്, ഷർട്ട്, കിഡ്സ് വെയർ എന്നിവയുടെ ക്ലിയറൻസ് സെയിൽ. സാരി, റണ്ണിംഗ് മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ്, സ്പോർട്സ് വെയർ തുടങ്ങി ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഒരു കുടക്കീഴിൽ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. ഫോൺ 7306743585. വീണ്ടും വാർത്തയിലേക്ക്.
മണ്ണുത്തി കാളത്തോട് നിയന്ത്രണം തെറ്റിയ ഓട്ടോറിക്ഷയിടിച്ച് സ്ഥാനാർത്ഥി ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കാളത്തോട് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് 2 ബൈക്കുകളിലിടിച്ച് സ്ഥാനാർത്ഥി ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റത്. കോർപ്പറേഷൻ പറവട്ടാനി ഡിവിഷൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി ടോണി കാവുങ്കൽ, ഭാര്യ എൽസി, പ്രവർത്തകരായ രാജീവ്, ഭാര്യ ടിനി രാജീവ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ 4 പേരെയും തൃശൂർ ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലിന് പരിക്കേറ്റ ടോണിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. കഴിഞ്ഞ ദിവസം രാത്രി തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. അവിട്ടത്തൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടത്തിൽ യുവതി മരിച്ചു. ബുധനാഴ്ച രാവിലെ 7:45 അവിട്ടത്തൂർ സ്കൂളിന് സമീപമാണ് അപകടം നടന്നത്. കൊറ്റനല്ലൂർ പട്ടേപ്പാടം സ്വദേശി മംഗലത്തറ വീട്ടിൽ ആസിഫയാണ് മരിച്ചത്. പട്ടേപ്പാടം ഭാഗത്തു നിന്ന് വന്നിരുന്ന ആസിഫ അവിട്ടത്തൂർ സ്കൂൾ കഴിഞ്ഞ് ഇറക്കം ഇറങ്ങി വരികയായിരുന്നു. എതിരെ വന്നിരുന്ന തൃശൂർ സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത്. ഉടനെ തന്നെ പുല്ലൂർ മിഷൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇസാഫ് ബാങ്കിന്റെ ചെയർ ബ്രാഞ്ചിലെ അസിസ്റ്റന്റ് മാനേജറാണ് ആസിഫ. ആളൂർ പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. സിദ്ദിഖാണ് ആസിഫയുടെ ഭർത്താവ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പുല്ലൂർ അവിട്ടത്തൂർ റൂട്ടിലെ സ്ഥിരം അപകട മേഖലയിലാണ് അപകടം നടന്നത്. കണ്ണാറ പല്ലിശ്ശേരി വീട്ടിൽ PT ഗോപാലൻ മാസ്റ്റർ അന്തരിച്ചു. 94 വയസ്സായിരുന്നു. കണ്ണാറ എയ്ഡഡ് അപ്പർ പ്രൈമറി സ്കൂൾ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ പല്ലിശ്ശേരി വീട്ടിൽ PT ഗോപാലൻ മാസ്റ്റർ അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. ഭാര്യ സരസമ്മ, മക്കൾ ഉണ്ണികൃഷ്ണൻ, വേണുഗോപാൽ, രാധാകൃഷ്ണൻ, ജലജ, സുമ, മരുമക്കൾ ശ്രീലത, സുജാത, ബിന്ദു, ഗോവിന്ദരാജ്, ഗോപി. ചാലക്കുടിയിൽ നിന്നും മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ച കേസിലെ പ്രതിയായ മലപ്പുറം താനൂരിൽ നിന്നും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത്. കൊമ്പിടി സ്വദേശിയായ രഘുനന്ദൻ എന്നയാൾ ഉപയോഗിച്ചിരുന്ന 65,000 രൂപ വില വരുന്ന യമഹ FC മോട്ടോർ സൈക്കിൾ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ മേൽപ്പാലത്തിനടിയിൽ നിന്നും മോഷ്ടിച്ച സംഭവത്തിനാണ് മുഹമ്മദ് ബഷീർ മലപ്പുറം താനൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകാതെ 5 വർഷം ശ്വാസം മുട്ടിച്ച LDFന് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മറുപടി നൽകുമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് അന്താരാഷ്ട്ര മാനമുള്ളതിനാൽ ED അന്വേഷണം വേണമെന്ന് UDF നേതാവ് MM ഹസൻ. കോർപ്പറേഷൻ 15-ാം ഡിവിഷൻ UDF LDF BJP സ്ഥാനാർത്ഥികൾ നയങ്ങൾ വിശദീകരിക്കുന്നു. വികസിത തൃശൂർ മാനിഫെസ്റ്റോയ്ക്ക് വേഗത കൂട്ടുവാൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 3 കേന്ദ്രമന്ത്രിമാരുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഒരാഴ്ചയ്ക്കകം തകർന്ന പീച്ചി ഇറിഗേഷൻ റോഡ് അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. CTV ന്യൂസ് ഇംപാക്ട്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.